എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ പ്രഭാതത്തിൽ പുതിയ ചിന്തകളോടും പ്രാർത്ഥനകളോടും കൂടെ നമുക്ക് ആയിരിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2:8. സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. സ്മുർണയിലെ സഭ അല്ലെങ്കിൽ ആ സഭയ്ക്കുള്ള ദൂത്. ആസിയയിലെ നഗരങ്ങളിൽ വെച്ച് 2-ാം സ്ഥാനം സ്മുർണയ്ക്ക് ഉണ്ടായിരുന്നു. ഏഷ്യയുടെ അലങ്കാരമെന്നും ഏഷ്യയുടെ പൂന്തോട്ടമെന്നും വിശേഷിപ്പിക്കത്തക്കവണ്ണം അതിമനോഹരമായിരുന്നു സ്മുർണ നഗരം. അരിസ്റ്റഡിക്സ്, ലൂസിയൻ അങ്ങനെയുള്ളവർ ഈ നഗരത്തിൻ്റെ മനോഹാരിതയെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കുഴപ്പം മാത്രം. നഗരത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഉൾക്കടലിലേക്ക് മലിനജലം ഒഴുകി വീണതിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം പടിഞ്ഞാറൻ കാറ്റ് അടിച്ച് തിരികെ നഗരത്തിനുള്ളിലേക്ക് വ്യാപിക്കുന്നത് വളരെ അസുഖകരമായ ഒരു സംഗതിയായിരുന്നു. സ്മുർണയിൽ പാർത്തിരുന്ന ആളുകൾ ഇത് അനുഭവിച്ചായിരുന്നു നിലനിന്നിരുന്നത്. സ്മുർണയുടെ സ്ഥാനം അതിൻ്റെ പ്രാധാന്യത്തെയൊക്കെ വർദ്ധിപ്പിച്ചു. ലുദിയ, ഫ്രഗിയ എന്നിവിടങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന വാണിജ്യപാത വിദൂര പൂർവ്വദേശങ്ങൾ ചുറ്റി ധന്യമായ ഹെർമോസ് താഴ്വരയിൽ കൂടി സ്മുർണയിൽ എത്തിച്ചേരുന്നു. അത് സ്മുർണയെ ഒരു വാണിജ്യ നഗരമാക്കി തീർത്തു. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു നല്ല തുറമുഖ പട്ടണമായിരുന്നു. യുദ്ധമോ ആക്രമണ ഭീഷണിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ തുറമുഖം അടയ്ക്കാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിൽ നവീനമായ സാങ്കേതിക വിദ്യകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മറുവശത്ത് മനോഹരമായ മലയുടെ ചരിവുകളും കെട്ടിടങ്ങളും നഗരത്തിന് കിരീടം ചാർത്തിയതുപോലെ പരിലസിച്ചു. സൗധങ്ങളാലും മണിഗോപുരങ്ങളാലും അലങ്കൃതമായിരുന്ന ഈ നഗരത്തെ അരിസ്റ്റഡിക്സ് ഇപ്രകാരമാണ് വർണ്ണിക്കുന്നത്: ഭൂമിയും സൂര്യനും ഇതുവരെയും പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത അത്ര മനോഹാരിത നിറഞ്ഞ നഗരമാണ് അത്. സ്മുർണയുടെ ചരിത്രം അതിൻ്റെ മാഹാത്മ്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രാചീന കാലത്ത് വിദഗ്ധമായി സംവിധാനം ചെയ്യപ്പെട്ടിരുന്ന ചുരുക്കം ചില നഗരങ്ങളിലൊന്നായിരുന്നു സ്മുർണ. BC 1000 ആണ്ടോടടുത്ത് സംവിധാനം ചെയ്യപ്പെട്ട ഒരു ഗ്രീക്ക് കോളനിയായിരുന്നു അത്. BC 600 ആണ്ടോട് അടുത്തുണ്ടായ ലുധിയൻ ആക്രമണത്തിൽ നഗരം മിക്കവാറും നശിപ്പിക്കപ്പെട്ടു. ഏകദേശം 400 സംവത്സര കാലം അത് പണിയപ്പെടാതെ കിടന്നു. അത് കഴിഞ്ഞ് BC 200 ആണ്ടിനോടടുത്ത് ലൂസി മാക്കസ് അതിമനോഹരമായി പുനർനിർമ്മാണം ചെയ്തു. വിശാലവും മനോഹരവുമായ വീഥികളും അതിനുണ്ടായിരുന്നു. സിയൂസ് ദേവന്റെ ക്ഷേത്രം സ്വർണ്ണ നിർമ്മിതവും അതിമനോഹരവും ലോകപ്രസിദ്ധവുമായിരുന്നു. അവിടെ മുതൽ പാഗോസ് മലയുടെ അടിവാരത്തിൽ കൂടി സിബലെ ക്ഷേത്രം വരെ നിർമ്മിച്ചിരുന്ന സ്വർണ്ണ ഖചിതമായ തെരുവീഥി മറ്റൊരു നഗരത്തിനുമില്ലാത്ത അത്ര പ്രഭയും പ്രൗഢിയും പരത്തിക്കൊണ്ട് സ്മുർണ നഗരത്തെ സൗന്ദര്യത്തിൻ്റെ അത്യുച്ച കോടിയിലേക്ക് ഉയർത്തി. അവിടെയുള്ള സഭയ്ക്കാണ് ഒരു ദൂത് ദർശനത്തിലൂടെ യോഹന്നാൻ നൽകുന്നത്. ആദ്യനും അന്ത്യനും എന്ന് പറയുന്നു. അതിനു മുൻപ് മരിച്ചവൻ വീണ്ടും ജീവിച്ചു. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. സ്മുർണയുടെ ചരിത്രം ഇതിലൊന്ന് ടച്ച് ചെയ്യപ്പെടുന്നുണ്ട്. പല പ്രാവശ്യം വീണുപോയി വീണ്ടും കെട്ടപ്പെട്ട് അതിൻ്റെ മനോഹാരിത
വീണ്ടും കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോയതിൻ്റെ പുനർനിർമ്മിതിയിൽ ആ നഗരത്തിൻ്റെ പ്രത്യേകത എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ മരണവും ഉയിർത്തെഴുന്നേൽപ്പും, അല്ലെങ്കിൽ വീണ്ടും ജീവിച്ചു എന്നും അവരെ ഓർമ്മിപ്പിക്കുന്നത്. അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നവനെന്ന് ഉയിർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ പറ്റി ദാർശനികനായ യോഹന്നാൻ പറയുന്നത് സ്മുർണ നഗരത്തെപ്പറ്റി വളരെ അർത്ഥവത്തായിരുന്നു. 400 വർഷത്തോളം ആ നഗരം ചത്ത അവസ്ഥയിലായിരുന്നു. ലൂസിമാക്കസ് അതിനെ പുനർജീവിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടു. ഒരു സ്വതന്ത്ര നഗരമായ സ്മുർണ റോമാ സാമ്രാജ്യത്തോടുള്ള വിശ്വസ്തതയും സ്വാമി ഭക്തിയും മൂലം രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രാപിച്ചിരുന്നു. റോമാ സൈനികർ പോലും ക്ഷാമവും പട്ടിണിയും അനുഭവിച്ച കാലത്ത് സ്മുർണയിലെ ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സൈനികർക്ക് സംഭാവന ചെയ്തതായി പറയപ്പെടുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ ആത്മാവായ റോമാ ദേവതയ്ക്ക് വേണ്ടി ആദ്യം ഒരു ക്ഷേത്രം സ്ഥാപിച്ചത് 195 BC സ്മുർണ നഗരത്തിലായിരുന്നു. AD 26 തിബരിയാസ് ചക്രവർത്തിയെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഒരു ദേവാലയം പണികഴിപ്പിക്കുന്നതിന് സ്മുർണയാണ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ എഫസോസിനെ പോലെ അല്ലെങ്കിൽ അതിനെപ്പോലും കവച്ചു വയ്ക്കത്തക്കവണ്ണം അഗ്രഗണ്യമായിരുന്നു ഈ നഗരം. സ്മുർണയിലെ സാംസ്കാരിക വികസനം വളരെ മുൻപന്തിയിലായിരുന്നു. മാനവ സംസ്കാരമാണ് ഒരു നഗരത്തെ മഹത്വമുള്ളതാക്കുന്നത്. സുപ്രസിദ്ധമായ കായിക അഭ്യാസ വാർഷിക പ്രദർശന മേള വർഷം തോറും സ്മുർണയിൽ നടന്നു. ഗംഭീര മനോഹരമായ ഒരു പൊതു വായനശാല അവിടെ ഉണ്ടായിരുന്നു. സംഗീതവും നാടകവും മറ്റെല്ലാ കലകളും വളർച്ച പ്രാപിച്ചിരുന്ന ഈ നഗരം ഹോമറിൻ്റെ ജന്മദേശമായി തീർന്നു എന്നതിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. തൂലികാശില്പിയായ ഹോമറെ മാനിച്ച് അദ്ദേഹത്തിൻ്റെ സ്വരൂപമുള്ള നാണയം സ്മുർണയിൽ ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരക മന്ദിരവും അവിടെ പണി കഴിപ്പിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും സാംസ്കാരികമായും രാഷ്ട്രീയമായും മതപരമായും ഒക്കെ വളരെയധികം ഉന്നതിയിൽ നിൽക്കുകയും ഇടക്കാലത്ത് നശിപ്പിക്കപ്പെട്ട് വീണ്ടും പുനർനിർമ്മിതി ചെയ്യപ്പെടുകയും ചെയ്ത സ്മുർണ നഗരത്തിലുള്ള സഭയ്ക്ക് യോഹന്നാൻ പറയുന്നു, ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആധികാരികത ഈ ഭൂമിയിൽ ഭൗമികമായി ലഭിക്കുന്ന എല്ലാ ആസ്തികൾ, സ്വാധീനങ്ങൾ, രാഷ്ട്രീയ ശക്തി, ഇതിനെല്ലാം പരിമിതികളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനൊരു അഴിവുണ്ടാവും. എന്നാൽ മരിച്ചവനും ആദ്യനും അന്ത്യനും, അതായത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു. എന്താണ് അവരോട് അരുളി ചെയ്യുന്നതെന്ന് തുടർന്നുള്ള ഭാഗത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മോട് പറയാൻ ഒരു ദൂതുണ്ട്. എല്ലാ കാലഘട്ടത്തിലും കർത്താവിന് നമ്മളോട് പറയാൻ ഒരു ദൂതുണ്ട്, ഒരു സന്ദേശമുണ്ട്. നമ്മുടെ പ്രൗഢിയുടെ മധ്യത്തിൽ അത് നമ്മൾ വിസ്മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ കേട്ടിട്ടും കേൾക്കാതെ പോകുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കത്തക്ക വിധത്തിലുള്ള യാതൊരു സന്ദേശവും സ്വീകരിക്കാൻ തയ്യാറാകാൻ നിൽക്കുന്ന ഇന്നത്തെ കാലികമായ ഒരു അനുഭവത്തിൽ, അവസ്ഥയിൽ ആസിയയിലെ 7 സഭകൾക്ക് നൽകുന്ന ദൂത് നമ്മൾ വീണ്ടും റീഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളത് റീഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളോട് പറയാൻ ദൈവം തമ്പുരാന് ഒരു ദൂതുണ്ട്, ഒരു വലിയ സന്ദേശമുണ്ട്. അത് കേൾക്കാൻ കണ്ണുകളും കാതുകളും തുറന്ന് വയ്ക്കേണ്ടത് അനിവാര്യമാണ്. എത്രമാത്രം ഉയർന്നാലും വീഴ്ചയുണ്ട്. എന്നാൽ വീണെടുത്ത് വീണ്ടും പുതുക്കി പണിയാൻ ദൈവം തമ്പുരാൻ്റെ ഒരു കരമുണ്ട്. അതിന് സാദൃശ്യമായി കാണിക്കുന്നത് ജീവിച്ച് എഴുന്നേറ്റ കർത്താവിനെയാണ്. ക്രൂശിൽ തറയ്ക്കപ്പെട്ടിട്ടും ഉയിർത്തെഴുന്നേറ്റ് ജീവിച്ച് ഇന്നും വാഴുന്ന, ഇനിയും വരാനിരിക്കുന്ന ആദ്യനും അന്ത്യനുമായ കർത്താവിനെ കുറിച്ചാണ്. ആ കർത്താവിന് നമ്മളോട് പറയാനൊരു വലിയ ദൂതുണ്ട്. ആ ദൂത് കേൾക്കാൻ നമുക്ക് കാത്തിരിക്കണം, ഒരുങ്ങണം. അതിനനുസൃതമായ ജീവിതത്തെ പുതുക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായ അടിയങ്ങൾക്ക് നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കർത്താവിൻ്റെ ദാനമാണ് എന്നോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും കർത്താവെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നത് കേൾക്കാനുള്ള മനസ്സും നൽകണമേ. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, യാത്രകൾ, ആവശ്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അവിടുന്ന് അടിയങ്ങളെ വഴി നടത്തണമേ. ജന്മദിനം ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കരുണയുടെ പുതുവർഷം അവിടുന്ന് ദാനമായി നൽകണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുതലും കാവലും കൃപയും നാം എല്ലാവരോടും, നമ്മുടെ ആവശ്യങ്ങളോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.